സീരിയൽ റിവ്യൂ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സീരിയൽ വിശേഷങ്ങൾ മുന്നേ അറിയുവാനായി ഈ ചാനൽ നിർബന്ധമായും സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അടിക്കുക. ഇന്നത്തെ പത്രമാറ്റ എപ്പിസോഡിൽ എല്ലാവരും ഒരുക്കങ്ങളൊക്കെ കഴിഞ്ഞ് മേക്കപ്പും ഡ്രസ്സിങ്ങും ഒക്കെ കഴിഞ്ഞ് റെഡി ആയിരിക്കുകയാണ്. അങ്ങനെ ഫോട്ടോ എടുക്കാൻ വേണ്ടി ദേവയാനി പറയുമ്പോൾ അനാമികയെ എടുക്കാൻ പോകുമ്പോൾ അനാമികയെ പിടിച്ചു നിർത്തി നയനയോട് ഫോട്ടോ എടുക്കാൻ പറയുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ നയന ചിന്തിക്കുകയായിരുന്നു, അമ്മായിയമ്മയുടെ അരികിലിരിക്കാൻ നിൽക്കാൻ എനിക്ക് എപ്പോഴാണോ യോഗ്യത ഉണ്ടാവുക, സാരമില്ല, ഭർത്താവിൻ്റെ പരിഗണന ഉണ്ടാവുന്നുണ്ടല്ലോ എന്നൊക്കെ ചിന്തിച്ചിരിക്കുകയാണ്. അങ്ങനെ എല്ലാവരും സന്തോഷത്തിൽ നിൽക്കുമ്പോൾ അനാമിക പറയുകയാണ്, കഴിഞ്ഞില്ല, ഇനി എല്ലാവരും റാമ്പ് വാക്ക് ചെയ്യണം എന്ന് പറഞ്ഞ് അനാമിക എങ്ങനെയാണ് കാറ്റ് വാക്ക് ചെയ്യേണ്ടത് എന്ന് കാണിച്ചു കൊടുക്കുകയായിരുന്നു. അങ്ങനെ ഫസ്റ്റ് മുത്തശ്ശി എന്ന് പറഞ്ഞ് മുത്തശ്ശിയെ കൊണ്ട് കാറ്റ് വാക്ക് ചെയ്യിപ്പിക്കുകയും പിന്നീട് ദേവയാനി, ജലജ, കനക, നവ്യ, നയന അങ്ങനെ എല്ലാവരും കാറ്റ് വാക്ക് ചെയ്ത് കഴിഞ്ഞ് ആർക്കാണ് പ്രൈസ് എന്ന് ചോദിക്കുമ്പോൾ അത് വല്യമ്മക്ക് എന്നെ എന്ന് പറഞ്ഞ് അനാമിക പറയുകയും അപ്പോൾ ഒരുപാട് വല്യമ്മക്ക് ദേവയാനിക്ക് സന്തോഷമാവുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ നവ്യ പറയുന്നുണ്ട്, അതെന്തിനാണ് അങ്ങനെ പറയുന്നത്, നീയാണ് ഏറ്റവും കൂടുതൽ ചെയ്യുന്നതെന്ന് എല്ലാവർക്കും അറിയാമെന്നൊക്കെ പറയുകയും ചെയ്യുന്നുണ്ട്. അതൊക്കെ കഴിഞ്ഞ് എല്ലാവരും റെഡിയായി താഴിലേക്ക് വരികയായിരുന്നു. അപ്പോൾ അവിടെയുള്ള ആണുങ്ങളൊക്കെ നോക്കി നിൽക്കുകയായിരുന്നു. ആദർശും നയനയൊക്കെ നോക്കി നിൽക്കുന്നുണ്ട്. അപ്പോൾ അനി അവിടെ നിന്ന് എല്ലാവരും ഫോട്ടോ എടുക്കാൻ വേണ്ടി നിൽക്കുകയും എല്ലാവരും ഫോട്ടോ എടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ പാചകങ്ങളൊക്കെ എവിടെവരെയെന്ന് ചോദിക്കുമ്പോൾ എല്ലാം തകൃതിയായി നടക്കുന്നുണ്ട് എന്നൊക്കെ പറയുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ഇതിനിടയിൽ ജലജ വെറുതെ ഇരുന്ന് കുത്തിത്തിരിപ്പുണ്ടാക്കുകയും ചെയ്യുന്നുണ്ട്. അതൊക്കെ കഴിഞ്ഞ് അവർ പുറത്തേക്ക് ഇറങ്ങാൻ വേണ്ടി പോവുകയാണ്. അങ്ങനെ എന്തെങ്കിലും അറിയാവോ, പാചകങ്ങൾ എന്തൊക്കെ അറിയാവോ എന്നൊക്കെ പറഞ്ഞ് ചുമ്മാ ഇരുപിരി കൂട്ടുകയാണ് ജലജ. അപ്പോൾ അവിടെ അബിയെ കുറ്റപ്പെടുത്തി പറയുകയും ചെയ്യുന്നുണ്ട് മുത്തശ്ശൻ. അങ്ങനെ ഇതിനിടെ നവ്യ ഒക്കെ കണ്ടാൽ മതി എന്നൊക്കെ പാചകത്തിൽ ഇതൊക്കെ വാചകടിക്കാതെ പാചകത്തിൽ ഇതൊക്കെ കണ്ടാൽ മതി എന്ന് പറഞ്ഞ് പുറത്തേക്ക് പോകുമ്പോൾ ആദർശ് പിന്നാലെ പോവുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അവൻ പിന്നാലെ പോയിരിക്കുന്നു എന്ന് പറയുമ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ട്, അത് അങ്ങനെ തന്നെയല്ലേ വേണ്ടത്, നിനക്കതിനുള്ള ഭാഗ്യമില്ലാതെ പോയത് നിന്നെ കൊണ്ട് തന്നെയല്ലേ എന്നൊക്കെ പറഞ്ഞ് കുറ്റപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ആദർശ് നയനയുടെ അടുത്തേക്ക് പോവുകയും എങ്ങനെയുണ്ട് ഈ വേഷം എന്ന് നയന ചോദിക്കുമ്പോൾ നല്ല ബോറായിട്ടുണ്ട്, പാടത്ത് കോലം വെച്ച പോലെയുണ്ട് എന്ന് പറയുകയും അത് കേട്ട് നയനക്ക് ഒരുപാട് ദേഷ്യം വരികയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ നയന പറയുന്നുണ്ട്, എന്തായാലും ഞാൻ സഹായിച്ചുകൊണ്ടല്ലേ പാചകം ചെയ്യാൻ പറ്റിയതെന്ന് പറയുമ്പോൾ ആര് പറഞ്ഞു, എനിക്കൊക്കെ അറിയാമല്ലോ, ഞാൻ പിന്നെ ഒരു ഉറപ്പിന് വേണ്ടി നിന്നോട് ചോദിച്ചതേ ഉള്ളൂ എന്ന് പറഞ്ഞ് ആദർശ് ചുമ്മാ ചൂടാക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് നയനയെ. അങ്ങനെയാണെങ്കിൽ ഇനിയും ഒരുപാട് ചേരുവകൾ ചേർക്കാനുണ്ട് എന്നൊക്കെ പറയുമ്പോൾ അതൊക്കെ എനിക്കറിയാമെന്ന് പറഞ്ഞ് ആദർശ് വലിയ ആളെ പോലെ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. നയനയെ ചൂടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതൊക്കെ ഞാൻ ചെയ്തോളും എന്ന ഭാവത്തിൽ നിൽക്കുകയാണ്. ഇനി ഒരു ഹെൽപ്പും നിൻ്റെ അടുത്തുനിന്ന് വേണ്ട എന്നൊക്കെ പറഞ്ഞ് നിൽക്കുകയാണ് ആദർശ്. ഇത് കഴിഞ്ഞ് കനക പറയുന്നുണ്ട്, ഞാൻ നിങ്ങളെ കൂടെ ഷോപ്പിങ്ങിനില്ല, ഞാൻ നന്ദുട്ടനെയൊക്കെ കാണാൻ പോകുന്ന ഗോവിന്ദേട്ടനെയും കാണാൻ പോവുകയാണ്, ഈ വേഷത്തിൽ അവരെ ഒന്ന് കാണാൻ വേണ്ടി പോവുകയാണ്, നാളെ വരാം എന്നൊക്കെ പറയുകയും ഇതൊന്നും അനാമികയ്ക്ക് വലിയ പിടിക്കുന്നില്ല. അത് കഴിഞ്ഞ് എല്ലാവരും അത് സമ്മതിക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ അവർ രണ്ടുപേരും തിരിച്ചെത്തുകയും ഉടൻ തന്നെ പാചകത്തിൻ്റെ കാര്യങ്ങൾ നോക്കാൻ വേണ്ടി പറയുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഇത് കഴിഞ്ഞ് കനക നല്ല സ്റ്റൈലായി ബെല്ലടിക്കുകയും ഗോവിന്ദേട്ടൻ തുറക്കുമ്പോൾ നല്ല സ്റ്റൈലായി നടന്നു വരികയും ഒക്കെ ചെയ്യുന്നുണ്ട്. ആരാ മനസ്സിലായില്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ കനക ഒരുപാട് ഇംഗ്ലീഷിൽ സംസാരിക്കുമ്പോൾ ഗോവിന്ദേട്ടനൊന്നും മനസ്സിലാവുന്നില്ല. അങ്ങനെ ഞാൻ നിങ്ങളുടെ ഭാര്യ കനകയാണെന്ന് പറയുകയും ഇതെന്ത് വേഷമാണെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അവിടെ മുത്തശ്ശൻ, അവിടുത്തെ അനന്തപുരിയിലെ മുത്തശ്ശൻ എവിടെയും ഇല്ലാത്ത ഒരു കാര്യം പറഞ്ഞു, ഇന്ന് പെണ്ണുങ്ങൾ ഫുള്ള് ഫ്രീ ആയി, ആണുങ്ങൾക്കാണ് ഇന്നത്തെ മുഴുവൻ ജോലിയും, ഞങ്ങൾ ഫുൾ അണിഞ്ഞൊരുങ്ങി മേക്കപ്പൊക്കെ ഇട്ട് പർച്ചേസിന് പോവുകയാണ്, അപ്പോൾ ഞാൻ ഈ വേഷത്തിൽ ഇങ്ങോട്ട് വരാമെന്ന് വിചാരിച്ചു, ഇനി കുറച്ച് ദിവസം കഴിഞ്ഞേ പോകുന്നുള്ളൂ എന്ന് പറയുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഇതിനിടെ
ഇതിനിടെ അനിയുടെ കാര്യം പറയുന്നുണ്ട്. അനി ഇപ്പോൾ പഴയതൊക്കെ മറന്ന് അനാമികയെ സ്നേഹിക്കാനുള്ള ഇതിലാണ്, കല്യാണത്തിൻ്റെ തിരക്കിലേക്ക് മാറുകയാണ് എല്ലാവരും എന്നൊക്കെ പറയുമ്പോൾ നന്ദുവിന് നല്ല വിഷമമാവുന്നുണ്ട്. അത് കഴിഞ്ഞ് നന്ദുട്ടനും മാറണം എന്നൊക്കെ പറയുകയും ചെയ്യുന്നുണ്ട്. കുറേ ദിവസം തലേ ദിവസം മുന്നേ അവിടെ പോയി ചേച്ചിമാരൊക്കെ കൂടെ ആഘോഷിക്കണം എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് കനക. അങ്ങനെയൊക്കെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ശേഷം കാണിക്കുന്നത് കിച്ചണിൽ നിന്ന് ആദർശം ഒന്നും തിരിയാതിരിക്കുകയാണ്. ഇനിയിപ്പോൾ എന്താ ചെയ്യുക, അവളെ വിളിക്കാൻ അവളെ വെറുതെ വെറുപ്പിച്ചു, നേനെ വെറുതെ വെറുപ്പിച്ചു എന്ന് ചിന്തിക്കുകയും ഒന്നും തിരിയാതെ ഇങ്ങനെ നിൽക്കുകയും ചെയ്യുന്നുണ്ട്. ചുമ്മാ അച്ഛനോടൊക്കെ ദേഷ്യം പിടിക്കുന്നുണ്ട്. എല്ലാവരും നിർബന്ധിക്കുകയാണ്, നിൻ്റെ ആവശ്യമൊക്കെ ആദ്യത്തെ ആവശ്യമൊക്കെ എവിടെ പോയി എന്നൊക്കെ പറയുകയും ചെയ്യുന്നുണ്ട്. ഇതൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിൽ സംഭവിച്ചത്.